ഇന്നത്തെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം ഷോർട്സ് കുറച്ച് നമ്മൾ ചെയ്യുമെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഫസ്റ്റ് ടൈമാണേ. അപ്പം ഞാനിതാ രാവിലെ തന്നെ അടിച്ചു വാരിയിട്ടാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ അങ്ങ് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞണ്ട് കറി, ബീഫ് കറി, അതൊക്കെ ഇന്നലത്തെയാണ് കേട്ടോ, ഞണ്ട് റോസ്റ്റൊക്കെ. അങ്ങനെ ഇതാ പുട്ടും ബീഫുമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പം ഞാൻ അലക്കാനുള്ളതൊക്കെ പുറത്തെടുത്ത് സോപ്പും പൊടി വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അതാണ് ബക്കറ്റൊക്കെ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്നത്. നല്ല മഴ വെച്ചാൽ ഇടിമിന്നലും ശക്തമായ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ സോപ്പും പൊടി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണേ. മുറ്റത്ത് കുറേ ഇലകൾ വീണിട്ട് പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് എങ്ങനെ അടിച്ച് കളയണമെന്ന് എനിക്കറിയില്ലേ. ചെറിയ കുറ്റിച്ചൂലെടുത്തിട്ട് ശക്തമായി അടിക്കേണ്ടി വരും കേട്ടോ. ഈ മഴക്കാലത്ത് മുറ്റടിച്ച് വരുന്നത് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ്. അപ്പോൾ ഇതാ ഇഷ്ടംമാതിരി ഇല എന്ന് വെച്ചാൽ ഇഷ്ടംമാതിരി ഇലയുണ്ട് കേട്ടോ. ഒരു മഹാഗണി ഉണ്ട്, അതിൽ നിന്നാണ് കേട്ടോ ഇത്ര ഇല വീണിട്ടുള്ളത്. പിന്നെ മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, എല്ലാ തരം ഇലകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ചെറിയൊരു ചൂലെടുത്തിട്ട് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുകയാണേ. മുറ്റടിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇവരൊച്ച കേട്ടത്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. ഇവരെപ്പോഴും ഈ തോട്ടിൽ വരിക മീൻ പിടിക്കാനാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചെറിയ മീനൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഒരാൾ ഓടി വേഗം കരയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവർ ചെറിയ ചൂണ്ടലും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിലാണ് നിങ്ങൾ പിടിക്കാറ്? കിട്ടലുണ്ടോ? കുറേ കിട്ടിയിട്ടുണ്ട്. എത്ര വലുപ്പമുള്ള ആണോ? എന്നാ ഇട്ടോക്ക് കുറച്ചു നേരം കൂടി ചൂണ്ട. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഈ തോട്ടിലുള്ളത്. ഇവർ ചവിട്ടിക്കലക്കിയതാണ് കേട്ടോ ഇത്. നമ്മളെ വീടിൻ്റെ അതിരന്നെ തോടാണ് കേട്ടോ. ഇതാണേ തോട്. ഈ തോട്ടിലാണ് കേട്ടോ അവർ വന്നിട്ട് മീൻ പിടിക്കാറുള്ളത്. നല്ല കുട്ടികളാണ് ഇവർ. എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരും കേട്ടോ. എപ്പോഴും ഇവർ ഈ തോട്ടുംകരയിൽ കൂടെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഈ റോഡ് സൈഡിൽ അവരുണ്ടാവുക. നമ്മുടെ വീട് വരുന്നത് ഒരു വയൽക്കരയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ചുറ്റും തോടൊക്കെയാണ് കേട്ടോ. ചെറിയ തോട്, വലിയ തോട്, എല്ലാത്തരം തോടുകളും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല പച്ചപ്പാണ്. മുന്നിലൊക്കെ നല്ല വയലാണ് വീടിൻ്റെ. അപ്പോൾ അതാ ഇവിടെ കുറച്ച് പോത്തിനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവരെ പോത്തന്നെയാണ്. അവരതിനെ ഇടയ്ക്ക് നോക്കും, ഇടയ്ക്ക് തോട്ടിലും കളിക്കും കേട്ടോ. അവരൊച്ച കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ. എനിക്കിനി ബാക്കി മുറ്റടിച്ച് വരാൻ കിടക്കുന്നുണ്ട്. വീടിൻ്റെ മുന്നിൽ തന്നെ ഈ ഒരു കൊന്നയുണ്ട് കേട്ടോ. നിത്യകൊന്നാന്നെങ്ങാനാണ് ഇതിൻ്റെ പേര്. ഇത് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇതെപ്പോഴും തൊഴിഞ്ഞ് ചാടിക്കൊണ്ടാണ് കേട്ടോ. നമ്മൾ എത്ര മുറ്റടിച്ച് വരാലും ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അടിച്ചു വരാത്ത വീട് പോലെ ഉണ്ടാകുക. അങ്ങനെ ഞാനിതാ അടിച്ചു വാരി കഴിഞ്ഞിട്ടും അവിടെ എവിടെയായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും വന്നു കേട്ടോ. എന്നെ വന്ന് വിളിക്കുകയാണെ അവർ. ഒരു കുഞ്ഞി മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി അത് ചൂണ്ടയിലൊന്നും കൂടി കൊളത്തിയതാണ് കേട്ടോ. നടുവിലായിട്ട് ജീവനുള്ള മീനാണെ, പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് മീനൊക്കെ കാണിച്ചു തന്നിട്ട് അവർ പിന്നെ അതിനെ വെള്ളത്തിലേക്ക് വിട്ട് വെക്കുകയാണ് കേട്ടോ. കാരണം അവരിന്ന് വരുമ്പോൾ കുപ്പിയോ പാത്രമോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ മീനിനെ ഇടാനായിട്ട്. അപ്പോൾ അവർ ആ ചൂണ്ടയിൽ തന്നെ കൊളുത്തിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിർത്തിയിട്ടില്ല, അടുത്ത മീൻ പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതിനെ കുറച്ച് നേരം നോക്കിയിരുന്നേ. അതിങ്ങനെ നീന്തി പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ പറ്റുന്നില്ലേ. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു. ഇനി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു ജീവി ആന പോലെ ഉണ്ട് കേട്ടോ. കാണാൻ അതിൻ്റെ ഷേപ്പ് കൊമ്പൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അലക്കാൻ വന്നതാണ്. സോപ്പും പൊടി ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ നല്ലോണം പൊതിർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇന്ന് തീരെയും വെയിലില്ല കേട്ടോ. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അപ്പോൾ ഏത് നിമിഷവും അതുകൊണ്ട് തന്നെ എല്ലാ തുണിയും ഞാൻ പുറത്തിടുന്നില്ല കേട്ടോ. കുറച്ച് ഞാൻ അപ്പുറത്തെ വശത്തും കൂടി കൊണ്ടിടുവാണേ. ഇന്ന് ഞാൻ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എങ്ങനെ പോയാലും നേരം വഴുകും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മീൻ പിടിക്കുന്നവരെയും കൂടി നോക്കി നിന്നിട്ടാണ് കേട്ടോ ഒന്നാമത് നേരം പോയത്. ഞാനിങ്ങ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ചേച്ചി ചേച്ചി ഇതാ കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ അവർ. ഞാൻ പിന്നെ തുടയ്ക്കാനുള്ള വെള്ളം എടുക്കുകയാണേ. കാരണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ കോനായിലേക്കൊക്കെ നല്ല ചെളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കോനായി തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കോനായി എന്നാണേ പറയുക. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ജ്യൂസും കൂടി കുടിക്കാമെന്ന് കേട്ടോ. കാരണം 12:45 വാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി കഴിഞ്ഞിട്ട് അങ്ങ് അകം തുടച്ചിടാമെന്ന് കേട്ടോ. പാത്രം കഴുകലൊക്കെ രാവിലെ ഞാൻ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയ പാത്രം കൂടി അങ്ങ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി തുടയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ അകവും കൂടി അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട്.
ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കേട്ടോ അതിനിടയിലൂടെ വേറൊരു പണിയാണ്. അങ്ങനെ ഞാനിത് തുടച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാഷ് ബേസിൻ്റെ അവിടെയുള്ള മിററും കൂടി തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വാഷ് ബേസിനും കൂടി അങ്ങ് കഴുകി വെക്കാമെന്ന്. അങ്ങനെ ഞാനിത് അവിടെ തുടയ്ക്കുന്ന മുൻപായിട്ട് അവിടെയും കൂടി അങ്ങ് കഴുകുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പണിയും പെട്ടെന്ന് തീരില്ല കേട്ടോ. അപ്പോഴായിരിക്കും വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വരിക. എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. വിശന്നിട്ട് കിടന്നാണ്. പിന്നെ 3 മണി കഴിഞ്ഞു കേട്ടോ. പപ്പടം വറക്കാൻ കേട്ടോ. ഒരൊറ്റ പപ്പടമില്ല, ലാസ്റ്റ് പപ്പടം. അങ്ങനെ പപ്പടം വറക്കാമെന്ന് ചോദിച്ചപ്പോൾ പപ്പടത്തിൽ ഒറ്റൊന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവസാനത്തെ പപ്പടം ഞാനും വറുത്തേ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും വീട്ടിലിരിക്കുന്ന ദിവസം നേരം വൈകും. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ അതാ മീൻ വറുത്തതുണ്ട്, ചീര ഉപ്പേരി ഉണ്ട്, മീൻ കറിയുണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാനങ്ങ് കഴിക്കുകയാണേ. ആ ജ്യൂസിൻ്റെ പുറത്താട്ടോ ഞാൻ 3 മണി വരെ പിടിച്ചു നിന്നത്. അതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷം വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങുക, വൈകുന്നേരം ചായ കുടിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ. എങ്കിലേ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.